നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിടിച്ചു പിടിച്ചില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഇത്തരമൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സംശയമാണ്. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും ഒക്കെ പങ്കു ചേർന്നിട്ടുള്ള കേസാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിനൊരു കൃത്യമായ തെളിവ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നിർണായക വിവരം പുറത്തു വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാസപ്പടി കേസിൽ ഓരോ തവണയും പിടിക്കപ്പെട്ടു, കേസിന്റെ അവസാനമായി എന്നൊക്കെ പറയുമ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞ് അത് പിന്നീട് മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാവ്ലിൻ കേസ് പോലെ മാസപ്പടി കേസും മുന്നോട്ട് വർഷങ്ങളോളം തള്ളി നീക്കപ്പെടുമെന്നും സ്വാഭാവികമായിട്ട് അച്ഛനും മകളും സംരക്ഷിക്കപ്പെടും എന്നുള്ള തരത്തിലൊക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ പല അഭിപ്രായങ്ങളും ഉടലെടുക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് വീണ വിജയന് തിരിച്ചടിയായിക്കൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഹവാല ഇടപാട് പോലും പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാലും ഇപ്പോൾ ഷോൺ ജോർജ് അടക്കം രംഗത്ത് വരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ആ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്ന് പിണറായി വിജയൻ കാണിച്ചു വെച്ച നെറുകേട് എന്നുള്ള തരത്തിലാണ് ഈ ഒരു വിഷയത്തെ ഇപ്പോൾ പലരും നോക്കിക്കാണുന്നത്. ഇതിനെതിരെ അതിരൂക്ഷമായിട്ട് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഷോൺ ജോർജും. ഹവാല ഇടപാട് പോലും പുറത്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉളപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ രാജിവെച്ച് പൊയ്ക്കോ എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് BJP നേതാവായ ഷോൺ ജോർജിന്റെ വീണ്ടുമുള്ള രംഗപ്രവേശം. ഹവാല പണമിടപാട് വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കട്ടെ എന്നാണ് ആക്ഷേപം. അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPIM എങ്കിലും തയ്യാറാകണം. പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ മുതൽ തുടങ്ങിയ അഴിമതിയാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ അഴിമതിക്ക് കുട പിടിക്കാൻ തുടങ്ങിയതാണ് വീണയുടെ സ്ഥാപനങ്ങളെല്ലാം എന്നും ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സേവനവുമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകുന്നത് എന്തിനാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെല്ലാം പിണറായിക്കുള്ള കൈക്കൂലിയാണ് എന്നുള്ളതും വ്യക്തം. പുറത്തു വന്നത് മഞ്ഞുമലയിലെ അറ്റം മാത്രമാണ്. PA മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട റെയ്ഡ്, വീണയുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ED റെയ്ഡ് നടന്നതെന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. അതേസമയം CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണയുടെ വിദേശ പണമിടപാട് കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 85 ലക്ഷം രൂപയോളം ദുബായിലേക്ക് ഇത്തരത്തിൽ കൈമാറിയെന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണെന്ന് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഫെമ ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്ന സംശയമടക്കം നിലവിൽ EDക്കുണ്ടെന്നാണ് സൂചനകൾ. കോഴിക്കോട് നടത്തിയ റെയ്ഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യലും അടുത്ത ആഴ്ച ആരംഭിച്ചേക്കും. വീണ ടിയെ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് സൂചനകൾ. മാസപ്പടി കേസിൽ ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തലുകളാണ് ED പുറത്തുവിട്ടിരിക്കുന്നത്. വീണയുടെ ഡയറിയിലെ കൈയെഴുത്ത് പ്രതികളിൽ നിന്ന് ദുബായിലേക്ക് 85 ലക്ഷത്തിന്റെ ഹവാല ഇടപാട് നടന്നെന്നാണ് സൂചന ലഭിച്ചത്. 20.5 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടത്തിയിരുന്നെന്നാണ് ED കണ്ടെത്തൽ. വരുമാനത്തിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾക്ക് പുറമെ മറ്റൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഇന്റർനെറ്റ് റൂട്ടറിന് വേണ്ടി ഉപയോഗിച്ചെന്നുമുള്ള EDയുടെ റിപ്പോർട്ടുകൾ പത്രക്കുറിപ്പിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കോഴിക്കോട് DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ പേരിലുള്ളതാണ് സിം കാർഡ്. 2024 മുതൽ വീണ നന്ദുലാലിന്റെ പേരിലുള്ള സിമ്മാണ് ഉപയോഗിച്ചു വരുന്നത്. അപ്പോൾ ആരാണ് ഈ നന്ദുലാൽ എന്നതും കണ്ടെത്തേണ്ടതുണ്ട്. വീണയും റിയാസും ആവശ്യപ്പെട്ടിട്ടാണ് സിം എടുത്തതെന്നും എന്താവശ്യത്തിനാണ് സിം എടുത്തതെന്ന് അറിയില്ല എന്നുമാണ് നിലവിൽ നന്ദുലാൽ നൽകിയിരിക്കുന്ന മൊഴി. വ്യാജ സിം ഉപയോഗിച്ചത് ഇന്റർനെറ്റ് കോളുകൾക്കാണ് എന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത പണമിടപാടുകൾക്കാണ് ഇന്റർനെറ്റ് കോൾ ഉപയോഗിച്ചതെന്നും ED വ്യക്തമാക്കുന്നു. ഡയറിയിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നടത്തിയിട്ടുള്ള റെയ്ഡിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും രേഖകളും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. CMRLൽ നിന്ന് ലഭിച്ചതിൽ അധികം തുകയുടെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ്
പുറത്തു വരുന്ന വിവരം. അതേസമയം ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഷോൺ ജോർജ് അതിന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുമായിട്ടാണ് BJP നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത്. പിണറായി വിജയൻ പണ്ട് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം തൊട്ട് സാമ്പത്തിക അഴിമതി പണം വെളുപ്പിച്ചെടുക്കാനുള്ള വെറുമൊരു മറ മാത്രമായിട്ടാണ് മകളായിട്ടുള്ള വീണ വിജയനെ, കമ്പനിയെ ഒക്കെ ഉപയോഗിച്ചതെന്നാണ് ഷോൺ ജോർജിന്റെ വ്യക്തമാക്കൽ. നാണമുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉടൻ രാജിവെച്ച് പുറത്തു പോകണമെന്നും അദ്ദേഹം ആക്ഷേപിക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ തന്റേതല്ലെന്ന് പറയാൻ വീണ വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഷോൺ ജോർജ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കമ്പനിക്കെതിരെ ഉയർന്നു വരുന്ന ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങളിൽ എന്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് വരെ ഹവാല മാർഗത്തിൽ കോടികളുടെ പണം കടത്തിയതിന്റെ നിർണായക വിവരങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ CPM നേതൃത്വം പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തട്ടെ എന്നും ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നു. മുൻ മന്ത്രിയും DYFI നേതാവുമായിട്ടുള്ള മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില അന്വേഷണങ്ങൾ ED നടത്തിയതും. ഈ സമയത്ത് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹവാല സാധ്യതകൾ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും റിയാസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ച് വലിയൊരു ലോബി തന്നെ സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഷോൺ ജോർജും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് റിയാസിനെതിരായ റെയ്ഡ് അല്ല എന്നും മറിച്ച് വീണ നടത്തിയിട്ടുള്ള നിഗൂഢമായ സാമ്പത്തിക ഇടപാടുകളിലാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പുരോഗമിക്കുന്നതെന്നും ഷോൺ ജോർജ് പറയുന്നു. അതേസമയം കേസ് അന്വേഷിക്കുന്ന EDയുമായി താൻ ഒരു ഘട്ടത്തിലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൂടെ മാത്രമാണ് അന്വേഷണ പുരോഗതികളെ കുറിച്ച് അറിയുന്നത് എന്നും കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഷോൺ ജോർജ് വ്യക്തമാക്കി.